പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിത മേഖലകളെയും എൻ്റെ പൗരോഹിത്യത്തെയും ഇവിടെ കുടുംബജീവിതത്തിൻ്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജോലി മേഖല, ബിസിനസ്, പഠനം, പൗരോഹിത്യം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നയിക്കണമേ, നിയന്ത്രിക്കണമേ. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സമാധാനം, സന്തോഷം, ദൈവഭയം, എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിനും നൊവേനയിലുമായിരിക്കുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. ഞാൻ പറയും, ക്രിസ്ത്യാനികളായ നമ്മൾ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചവരാണ്. നമ്മളിതൊക്കെ ശരിക്കും അറിയണം. അറിഞ്ഞിട്ട് ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും, പഠനം, ജോലി, പൗരോഹിത്യം, ശുശ്രൂഷ, എല്ലാത്തിനെയും ഈ ഒരു അഭിഷേകത്തിൽ നിറച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, അതാണ് പന്തക്കുസ്ത. ഞാൻ പറഞ്ഞില്ലേ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞ് നമ്മയും നമുക്കുള്ള സകലരെയും സകലതിനെയും ഏറ്റെടുക്കുന്ന വലിയ ഒരു അഭിഷേകം. അതാണ് പന്തക്കുസ്ത ഇന്ന് നമ്മിൽ നടക്കേണ്ടത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയാൻ വേണ്ടി അതുപോലെ ആഗ്രഹിക്കണം. പരിശുദ്ധ അമ്മ വചനത്തിന് സമർപ്പിച്ചപ്പോ മാലാഖ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയും വലിയ ഭാഗ്യമാണിത്. നമ്മില് പരിശുദ്ധാത്മാവ് ഉണ്ട്, വന്നു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ച് അത്യുന്നത ശക്തിയാൽ ആവസിക്കപ്പെട്ട് ജീവിക്കാൻ മാതാവ് എന്താ ചെയ്തേ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്റെ മേൽ ആവസിക്കട്ടെ, അത്യുന്നത ശക്തി എന്റെ മേൽ ആവസിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ എളിമയോടെ പരിശുദ്ധ അമ്മ സമർപ്പിച്ചു. എന്റെ മക്കളെ, നമ്മൾ ഇതുപോലെ സമർപ്പിക്കണം. നമ്മള് 1 സാമുവേലിന്റെ പുസ്തകത്തില് 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തില് സാമുവേല് സാവൂളിനോട് പറയുന്നു, നീ മല ഇറങ്ങി വരുമ്പോ പ്രവാചകന്മാരെ കാണും. അവരെ കാണുമ്പോൾ നിനക്ക് സംഭവിക്കാമെന്ന കാര്യം അറിയോ? അവിടെ പറയണ, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. കണ്ടോ, നമ്മുടെ ഭാഗ്യം, നിന്നിൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിന്നിൽ ആവസിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? പറയണ, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. പ്രവാചകന്മാരെ പോലെ നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. പറഞ്ഞോ, മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറും. മറ്റൊരു മനുഷ്യനായിട്ട് മാറും. ഇത് നമ്മില്, നമ്മുടെ മക്കളില്, കുടുംബത്തില് സംഭവിക്കണം. ഇന്ന് ഏത് മനുഷ്യനുമായിട്ട്, പാപത്തിന്റെ പിടിപ്പെട്ട മനുഷ്യൻ, ജഡിക ആസക്തി അല്ലെങ്കിൽ തെറ്റായ സ്നേഹബന്ധം, അനുസരണമില്ല, പഠിക്കാൻ പറ്റണില്ല, ജോലി ചെയ്യാൻ പറ്റണില്ല, വചനം പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല, ആ അടിമത്തങ്ങള്, അലസത, ചില മൊബൈൽ ഗെയിമുകള്, അങ്ങനെ എന്തുമാകട്ടെ, ഇവിടെ സംഭവിക്കേണ്ട വലിയൊരു കാര്യം, നമ്മിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തമായ ഒരു പ്രവൃത്തി എന്താണ്? പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും.
നമ്മൾ അതിനുവേണ്ടി തീഷ്ണമായിട്ട് ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, ദാഹാർത്തിയോടെ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടി, ജോലി, ബിസിനസ്, പൗരോഹിത്യം, സഭ, എല്ലാത്തിനും വേണ്ടി ഈ ഒരു അഭിഷേകം നിറയണം. ഇടവകയില്, നമ്മുടെ പഠന മേഖലകളില്, ജോലി മേഖലകളില്, എല്ലാ മേഖലകളിലും, ജോലി, സാമ്പത്തിക മേഖല, കുടുംബജീവിതം, എല്ലാത്തിന്റെ മേല് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആവസിച്ചു കഴിയുമ്പോൾ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. നമ്മുടെ കുടുംബം തന്നെ മാറും, പൗരോഹിത്യം മാറും, നമ്മുടെ ശരീരം മാറും, മക്കൾ മാറും, നമ്മുടെ ജോലിയുടെ അല്ലെങ്കിൽ പഠനത്തിന്റെ രീതികൾ മാറും. പരിശുദ്ധാത്മാവ് നയിച്ചു. പിന്നെ നമുക്കറിയാം, സാവൂള് പിന്നീട് ശക്തനായ രാജാവായിട്ട് മാറുന്നുണ്ട്. പരിശുദ്ധാത്മാവനെ നയിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ആത്മാവിന്റെ അഭിഷേകത്താൽ അറിയപ്പെട്ട അനേക മക്കൾ, സൗള്, പ്രവാചകന്മാര്, അതോടൊപ്പം തന്നെ ദാവീദ്, പിന്നീട് സാംസൺ, പിന്നീട് ഒത്തിരിയേറെ ദൈവിക മക്കള് കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ആവശ്യിക്കപ്പെട്ട് നയിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ അവരിൽ പ്രവർത്തിച്ച ശക്തി അതിപ്രബലമാണ്. അതുകൊണ്ട് അതേ ആത്മാവ്, സാവൂലിൽ നിറഞ്ഞ അതേ ആത്മാവാണ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മള് അതിനുവേണ്ടി ഇന്നലെ അച്ഛൻ പറഞ്ഞ പോലെ ശക്തമായി പ്രാർത്ഥിക്കും. മക്കളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് ശക്തമായിട്ട് ഞങ്ങളിൽ ആവസിക്കണം, ശക്തമായിട്ട് ഞങ്ങളുടെ മക്കളിൽ ആവസിക്കണം. അതിനുവേണ്ടി പ്രിയപ്പെടുത്തിയ മക്കളെ ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, സ്വർഗാരോഹണം കഴിഞ്ഞ് ഒരു 10 ദിവസക്കാലം പരിശുദ്ധ അമ്മയോട് ചേർന്ന് സിഹോനൂട്ടുശാലയില് അതുപോലെ പ്രാർത്ഥിച്ചു. എന്തിനാ? ഈശോ പറഞ്ഞു, വാഗ്ദാനം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം. ആ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആ വലിയ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി തീവ്രമായ പ്രാർത്ഥന. അതാണ് നമ്മുടെ ഈ ഒരുക്ക ശുശ്രൂഷയും നമ്മുടെ ഈ നൊവേനയും തീഷ്ണമായിട്ട് ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മയെ വിളിച്ചു കൂടെ നിർത്തി, സ്ലീഹന്മാരെ വിളിച്ചു കൂടെ നിർത്തി, സ്വർഗത്തിലെ സഹായം മുഴുവനും തേടി ഈ ഒരു ശക്തമായ ആവാസം നമ്മിൽ സംഭവിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, ശക്തമായിട്ട് ആവസിക്കും. ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി അരൂപികള്, ഒത്തിരി പൈശാചിക സ്വാധീനങ്ങള് അതിശക്തമായിട്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ പലതിലും അടിമപ്പെടുത്തി ബന്ധിച്ച് കെട്ടിപ്പൊട്ടി വച്ചിരിക്കുമ്പോ അന്ന് നിറഞ്ഞ പോലെ പോരാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശക്തമായിട്ട് ആവസിക്കണം. അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരുക്ക ധ്യാന ലോകത്ത് നാനാഭാഗത്ത് അനേക ആയിരങ്ങള്, പല പല ധ്യാന കേന്ദ്രങ്ങള്, കൂട്ടായ്മകളില്, പല പല സമൂഹങ്ങളില് ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതുപോലെ ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന, സ്വർഗം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിനെ ശക്തമായിട്ട് നമ്മിൽ ആവസിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരുങ്ങണം, നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ദിവ്യകാരുടെ മുമ്പിൽ ഇരുന്ന് ഓരോ മേഖലകളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ശക്തമായിട്ട് ആവസിക്കും. മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറും. നമുക്ക് മാറണം, നമ്മുടെ കുടുംബങ്ങൾ മാറണം, നമ്മുടെ മക്കൾ മാറണം, നമ്മുടെ സഭ മാറണം, നമ്മുടെ ശുശ്രൂഷകൾ മാറണം. അങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആവസിച്ചിട്ടുള്ള മാറ്റത്തിൽ മാറണം. ഈ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ 9 ദിവസം നൊവേന കഴിഞ്ഞ് നമ്മൾ 24-ാം തീയതി ഞായറാഴ്ച പന്തക്കുസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വലിയ പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് കൂടും. കർമ്മ ധ്യാന കേന്ദ്രത്തിൽ അന്നേ ദിനം ഞായറാഴ്ച നമ്മൾ സമയമൊക്കെ പറയും, വിശുദ്ധ കുർബാനയൊക്കെ വെച്ച് ആരാധനയിൽ ശക്തമായി പ്രാർത്ഥിച്ച് അഭിഷേക പ്രാർത്ഥന, തൈലാഭിഷേക പ്രാർത്ഥനയൊക്കെ നമുക്ക് സ്വീകരിച്ച് വലിയൊരു അഭിഷേകത്തില് നമുക്ക് ഈ പന്തക്കുസ്ത മറ്റൊരു മനുഷ്യനായിട്ട് മാറുന്ന, മറ്റൊരു കുടുംബം, മറ്റൊരു തലത്തിലുള്ള അഭിഷേകത്തിൽ മാറുന്ന ഒരു മക്കള്, തലമുറ, ജോലി, ബിസിനസ്, സകല മേഖലകളും പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിക്കപ്പെട്ട അഭിഷേകം നമുക്ക് ഈ 2026 പന്തക്കുസ്തായില് നമുക്ക് വാങ്ങണം. സിലിഹന്മാരെ പോലെ 120 പേര് ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഐക്യത്തോടെ പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വാഗ്ദാനമാണ്, കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. തന്റെ ആത്മാവിനെ നമുക്ക് നൽകി നമ്മൾ ആത്മാവിനെ സ്വീകരിച്ച് അത് ശക്തമായിട്ട് ആവസിച്ച് ദൈവിക ശക്തിയിൽ, ദൈവിക ജീവനിൽ, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളത്.
ഒരഭിഷേകം കർത്താവ് തരുമ്പോൾ ഏറ്റവും യോഗ്യതയോടെ, പ്രാർത്ഥനയോടെ, ദാഹാർത്തിയോടെ അത് സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വാരാന്ത്യ ധ്യാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം, വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് ഈ ധ്യാനം മുന്നോട്ട് പോവുകയാണ്. 19-ാം തീയതി മുതൽ നമ്മുടെ യുവജന ധ്യാനമാണ്. സാധിക്കുന്ന യുവമക്കളെയൊക്കെ പറഞ്ഞു വിടുക. ഫിനഹസ് കർത്താവിന്റെ ആത്മാവിനാൽ ജ്വലിച്ചു നിന്ന് കർത്താവിന് വേണ്ടി നിലപാടെടുത്ത ഫിനഹസിനെ പോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളും വേറിട്ട വ്യത്യസ്തരായ മക്കളായി ജീവിക്കാൻ, വലിയ അഭിഷേകം ലഭിക്കാനൊക്കെ വേണ്ടിയുള്ള ധ്യാനമാണ്. സാധിക്കുന്ന മക്കളൊക്കെ പറഞ്ഞു വിടുക. ബുക്കിംഗ് ഒക്കെ നന്നായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളോട് കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്കെല്ലാം നൽകുവാൻ അങ്ങ് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് ജീവൻ നൽകാൻ, അത് സമർത്ഥമായി നൽകാൻ അങ്ങ് എപ്പോഴും ആഗ്രഹിക്കും. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ശ്രീകമടങ്ങ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ആകുന്ന സഹായകൻ വരും, അവന് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അതിനുവേണ്ടി സ്ലീഹന്മാര് വലിയ ദാഹത്തോടെ പരിശുദ്ധ അമ്മയോട് കൂടെ പ്രാർത്ഥിച്ചിരുന്നത് പോലെ ഈ പുണ്യദിനങ്ങളില് പന്തക്കുസ്ത അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ചേർന്ന്, എല്ലാ മാലാഖമാരും വിശുദ്ധരോട് ചേർന്ന് അങ്ങേ തിരുസന്നിധിയില് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളുടെയും കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങളും തിരുമുമ്പില് ഞങ്ങളെയും ഈ വലിയ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാ മക്കളെയും ഒന്ന് അനുഗ്രഹിക്കണമേ. സാവൂളില് പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ച പോലെ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും പൗരോഹിത്യത്തിലും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലും കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം ഉണ്ടാകുവാനും മറ്റൊരു മനുഷ്യനായിട്ട് സാവൂള് മാറിയ പോലെ ഞങ്ങളും ആത്മാവിനാൽ നിറയപ്പെട്ടും അത് ശക്തമായി നിറയപ്പെട്ട് അതിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിറയപ്പെട്ട വലിയ അഭിഷേകത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ മഹത്വമായി മാറട്ടെ, അങ്ങയുടെ ശക്തിയായിട്ട് മാറട്ടെ. അതിനായി കർത്താവെ, തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന, ഈ നൊവേനയിലായിരിക്കുന്ന, ഈ ഒരുക്ക ധ്യാനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ സഹായം ഈ മക്കളോട് കൂടെ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖ ഞങ്ങൾക്ക് കാവൽ നിന്ന് സംരക്ഷണം നൽകട്ടെ. സ്വർഗത്തിന്റെ സ്വർഗീയരുടെ വലിയ സാന്നിധ്യം ഈ മക്കളോട് കൂടി ഉണ്ടാകട്ടെ. പ്രവസിക്കുന്ന വീടിരിക്കുന്ന മണ്ണ്, ഇവരുടെ മക്കള്, ഇവിടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങള്, മക്കളുടെ പരീക്ഷാ വിജയം, ഭാവി ജീവിതം, ഉപരിപഠനം, എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടണം. അതിനായിട്ട് പരിശുദ്ധാത്മാവിനാൽ എല്ലാ മക്കളും നയിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആവസിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അഭിഷേകത്തിൽ മറ്റൊരു മനുഷ്യനായിട്ട് മറ്റൊരു തലത്തിലേക്ക് അങ്ങയുടെ മക്കളെല്ലാവരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-ാം ദിനത്തിലെ നൊവേന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞ് ശക്തമായി ആവസിക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാധാനത്തിന്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മാധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനകളിലും മക്കളുടെ അടിമത്തങ്ങള്, ബന്ധനങ്ങള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങളിലും അതിശക്തമായി ഇടപെട്ട് മറ്റെല്ലാ ആത്മാക്കളെയും ബഹിഷ്കരിച്ച് പുറത്താക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെയും കൂട്ടുകെട്ടുകളെയും അങ്ങ് നയിക്കുകയും ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. വലിയൊരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കൂട്ടായ്മയെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയന്ത്രണത്തിനായിട്ട് നമ്മെ, നമ്മുടെ എല്ലാ ജീവിത മേഖലകളെയും നമുക്കുള്ള സകലതിനെയും സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി ഈ രണ്ടാം ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരു മനുഷ്യനായിട്ട് മാറുന്ന അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മിലും നമ്മുടെ കുടുംബത്തിലും സംഭവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ലോകത്തിലെ നാനാഭാഗങ്ങളിലിരുന്ന് അനേക മക്കള് തീക്ഷ്ണമായി ദാഹിച്ച് ആർത്തിയോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് ശക്തമായ ആവാസത്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. അതിനുവേണ്ടി മക്കളെ, നമ്മുടെ ശുശ്രൂഷ അനേകരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം, അനേകരെ പങ്കെടുപ്പിക്കണം. നമ്മുടെ കുടുംബത്തിനും നാടിനും മക്കൾക്കും ഈ ദേശത്തിനും ലോകം മുഴുവനും രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആവസിക്കണം.
ഈ ലോകം മറ്റൊരു തലത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങൾ മറ്റൊരു അവസ്ഥയിലേക്ക്, നമ്മുടെ മക്കള് മറ്റൊരു മനുഷ്യരായിട്ട്, നമ്മളും മറ്റൊരു മനുഷ്യരായിട്ട് മാറണം. ഒറ്റ വഴിയുള്ളൂ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആവശ്യിക്കണം. പ്രാർത്ഥിക്കാം മക്കളെ, അനേകരെ പങ്കെടുപ്പിക്കാം. അനേക മക്കൾക്ക് വേണ്ടി ഈ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. ആമേൻ.